അപ്പോൾ നമ്മൾ ഷോലാമാലി എത്തിയിരിക്കുകയാണ്. ഷോലാമാലിയിൽ നമ്മുടെ വാട്ട് ബൈക്സ്, ഈ ബൈക്സിൽ ഫുൾ ഒരു ടെമ്പിൾ ഉണ്ട്. പിന്നെ ഈ റിവർ വാലി എല്ലാം ഫുൾ ചുറ്റി കാണിക്കുന്നതിന് രണ്ടുപേർക്കും കൂടെ അപ്പ് ഡൗൺ ചേർത്ത് 2500 രൂപ വന്നിങ്ങനെ. എന്തായാലും ജസ്റ്റ് ഒന്ന് ഈ റൈഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് പോവാം. നമ്മൾ ക്വാഡ് ബൈക്ക് കയറാൻ വേണ്ടി ആദ്യം ഇവിടുന്ന് പാസ് എടുക്കണം. 2500 രൂപ പൈസ അടച്ചിട്ട് വേണം നമുക്ക് ഇനി മുന്നോട്ട് യാത്ര ചെയ്യാൻ. നമ്മൾ പൈസ കൊടുത്ത് പാസ് എടുക്കും. ഇനി നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. സാധനം ഓടിക്കാൻ ഇച്ചിരി പാടാണ്. ആദ്യം ഒന്ന് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ രണ്ടാമത് ഓടിക്കുന്നവർക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാം. പക്ഷെ ആദ്യം ഓടിക്കുന്നവർക്ക് ഇച്ചിരി പാടായിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ ഇച്ചിരി ബലമാണ്. നമ്മൾ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ടൊക്കെ പോകും. നമ്മൾ ഹാൻഡിൽ എങ്ങോട്ട് ഇരിക്കുന്നോ ആ സൈഡിലോട്ട് നമ്മൾ ചെരിഞ്ഞ് കൊടുക്കും. നമ്മൾ ചെരിഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. അതോടൊപ്പം ഹാൻഡിൽ തിരിക്കുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദിലീപ്, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയല്ലേ? ആശാ പേടിച്ചു പോയതാണ് പറയുന്നത്. നമ്മളെ കൊണ്ട് വന്ന കിട്ടിലും വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ടോ? എൻ്റെ കൈയൊക്കെ കിടക്കുന്നത് വിറയ്ക്കുക. ഒരു ശിവ ടെമ്പിൾ ഉണ്ട്. അതോടൊപ്പം ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇപ്പം ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഐസ് കട്ടയായിരിക്കും. ഈ കല്ലൊന്നും കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഐസ് കട്ട. ഇവിടെ മറ്റേ സ്കീയിങ് അങ്ങനെയുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഐസുകളൊന്നുമില്ല. ഇപ്പോൾ അങ്ങനത്തെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇവിടുത്തെ കല്ലിനെല്ലാം നല്ല വെള്ള കളറാണ്. ഈ നല്ല ഏകദേശം മാർബിളിൻ്റെ കളർ പോലെ. ചിലപ്പം മഴ പെയ്ത് വെള്ളമൊക്കെ കയറി ചിലപ്പം അങ്ങനെ വെള്ളമൊക്കെ ഒത്തിരി ഒഴുകി ചിലപ്പം ഇങ്ങനെ വന്നതാവാൻ ചാൻസ്. എന്താ സംഭവം എന്നറിയില്ല. എങ്കിലും കാണാൻ നല്ല രസമുണ്ട്. കണ്ടിട്ട് നല്ല വൈറ്റ് കളറ്. ഇപ്പം നോക്കി വൈറ്റ് കളർ നടുവിൽ ചെളിവെള്ളം പോലെ വെള്ളം ഒഴുകുന്നുണ്ടാവും.
പാലത്തെ കൂടെ പോകല്. പാലം ഇങ്ങോട്ട് വരാനുള്ള ഇപ്പം നമ്മൾ നേരത്തെ പാസ് എടുത്തില്ലേ, അവിടുന്ന് അവിടം വരെ വണ്ടി വരുള്ളൂ, നോർമലായിട്ടുള്ള വണ്ടികളെല്ലാം വരുള്ളൂ. അവിടുന്ന് ഒന്നെങ്കിൽ നടന്നു വരിക ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്വാഡ് ബൈക്ക് ഉണ്ട്, ആ ബൈക്കിൽ വരിക. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുതിര അവിടെ താഴെ കുതിര സവാരികളുണ്ട്. അപ്പം ഈ 3 ഓപ്ഷനാണ് ഉള്ളതാകെ. ഇപ്പം ഞാനിപ്പം ടെമ്പിളിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഇനി പടിപടിയായിട്ട് സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് കയറി വേണം മേലോട്ട് വേണ്ട, ആ സ്റ്റെപ്പ് കയറി വേണം ടെമ്പിളിൻ്റെ മേളിൽ നിന്ന് ഈ വെള്ളച്ചാട്ടം കണ്ടോ, നല്ല രീതിയിൽ ചാടി വരുന്നേ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. എന്നാലും ശരിക്കും ഒരു കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു ശല്യമോ അങ്ങനെ വരാം. ഇപ്പം ഈ സീസൺ ആയതുകൊണ്ട് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഞാനും ഇവിടെ ദിലീപ് മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്ത്, വേറെ ആരുമില്ല. നല്ല അന്തരീക്ഷം. ആകെ സൗണ്ട് കേൾക്കാനുള്ളത് ഉണ്ടോ, ആ മേളിൽ നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടവും ആ വെള്ളം ഒഴുകി പോകുന്ന ഒരു ചെറിയൊരു അരുവിയുണ്ട്. ആ അരുവിയുടെ സൗണ്ട് അല്ലാതെ വേറെ ഒരു സൗണ്ടും കേൾക്കാനില്ല. നല്ല നിശബ്ദത. അപ്പം ഞാൻ ചവിട്ടിപ്പോകുന്ന സ്റ്റെപ്പ് കണ്ടോ, വെള്ളമൊക്കെ വീണിട്ട് നല്ല തണുത്ത് നല്ല ഐസ് ആയിട്ട് നിൽക്കുക. ചവിട്ടിക്കാണല്ലോ, ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ പോകുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ആഞ്ജനേയൻ്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. മേളിൽ നിന്ന് വെള്ളം ചാടി വരുന്നത് നേരെ വന്ന് ഇതിൻ്റെ നിറകിലാണ് വന്ന് ചാടുന്നത്. ആ വെള്ളം അവിടുന്ന് ഒഴുകി അതങ്ങനെ താഴേക്ക് എങ്ങനെ ആ വാലിയിലോട്ട് ഒഴുകി പോവുകയാണ്. നല്ലൊരു കാഴ്ചയാണ്. മണാലി സന്ദർശിക്കാൻ വരുന്നവർ ഒരു കാരണവശാലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും നഷ്ടമാകും. കാരണം അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ്. അതിമനോഹരമായ കുറച്ച് കാഴ്ചകൾ കണ്ടു. ഇനി ഇവിടുന്ന് താഴേക്ക് തിരിച്ചിറങ്ങുവാണ്. ഷോലാങ് വാലിയിലെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്ന് താഴെ എത്തിയിട്ടില്ല. നമ്മുടെ ക്വാഡ് ബൈക്ക് പാർക്ക് ചെയ്തേക്കാൻ സ്ഥലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ റിവർ ക്രോസ് ചെയ്തെത്തി. ഇനി നമുക്ക് ക്വാഡ് ബൈക്കൊക്കെ എടുത്തിട്ട് തിരിച്ച് താഴോട്ട് പോകാം. നമ്മുടെ
വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ റിവറിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് റൈഡുണ്ട്. ആ റൈഡിൽ നമ്മൾ പോവുകയാണ്. നമ്മൾ അടുത്ത വണ്ടിയിലാണ് പോകുന്നത്. പറപ്പിച്ചാണ് വിടുന്നതല്ലേ, കിലോമീറ്റർ സ്പീഡ് കാണാൻ പാടില്ല. അല്ലെങ്കിൽ കുറേ അത്ര കിലോമീറ്റർ സ്പീഡ് ആശാ പോകുന്നത്. ഇപ്പം നമ്മൾ ട്രാക്കിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ചെളി വെള്ളത്തിൽ കൂടെ, ചെളി കൂട്ടി കിടക്കുന്ന ട്രാക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതെല്ലാം ഹോട്ടൽസും റിസോർട്ട്സൊക്കെയാണ്. ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. ആശാനെ പറ്റിയ പണിയല്ല. ആശാനെ പറ്റിയത് നമ്മുടെ പൾസർ 220 വെച്ചിട്ടൊരു 120 കിലോമീറ്റർ ഒക്കെ പോവുകയാണെങ്കിൽ ആശാന് പറ്റും. പക്ഷേ ക്വാഡ് ബൈക്കിൽ അത്രയും എക്സ്പീരിയൻസ് പോരാ ആശാന്. നമുക്കിവിടെ ധാരാളം കോവർ കഴുതയെ കാണാൻ കഴിയും. കോവർ കഴുതയൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ മേഞ്ഞ് ഇതിലേക്ക് ചുമ്മാ നടക്കുവാണ്. ഇവിടെ കഴുത്തേൽ വലിയ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഒരുത്തനവിടെ വീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കെന്തായാലും പുഴയിലോട്ടൊന്ന് ഇറങ്ങാം. ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ക്വാഡ് ബൈക്കിൽ കൊണ്ട് നമ്മുടെ ചേട്ടൻ കൊണ്ട് ഇറക്കിയിരിക്കുന്നത് ബിയാസ് നദിയുടെ സൈഡിലാണ്. അപ്പോൾ ബിയാസ് നദിയിലൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അധികം മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് ഇതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിട്ട് ഒഴുകിയിട്ടൊന്നുമില്ല. സെൻട്രലിൽ കൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. എങ്കിലും നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതൊക്കെ നനഞ്ഞ് കിടക്കുവാണ്. ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഫുൾ മഴയൊക്കെ പെയ്തിട്ട് ഇതൊന്ന് നിറഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. ഫുൾ ഉരുണ്ട നല്ല വെള്ള കളറിലെ കല്ലുകളാണ് ഫുള്ള്. നമ്മൾ നേരത്തെ സോലാങ് വാലിയിലെ മേളിൽ കണ്ട പോലെ തന്നെ നല്ല വെള്ളാരം കല്ല് പോലത്തെ നല്ല വെള്ളക്കല്ലുകൾ കണ്ടോ. ബിയാസ് നില കാഴ്ചകൾ നമ്മൾ കണ്ടു. നമ്മുടെ റൊത്താം പാസ്, ഷോലാങ് വാലി, അങ്ങനെ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ട്രാവൽ വിശേഷങ്ങളുമായി പുതിയ ട്രാവൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ട്രാവൽ വീഡിയോ കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ക്വാഡ് ബൈക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് കൊണ്ട് എത്തിയിരിക്കുകയാണ്. അയ്യേ
ആ സാധനമാണെങ്കിൽ വാലറ്റിൽ അടിക്കല് ക്യാമറയുടെ മുമ്പിലോട്ട്.